നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടിവിക്ക് അധികാരത്തിലേറിയ വളരെ അടുത്ത ദിവസം തന്നെ മലയാള മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് മലയാളി വാർത്തയിലൂടെയും തങ്ങൾ എത്തിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ടിവിക്ക് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ സമയങ്ങളിൽ ക്യാമ്പയിൻ സമയങ്ങളിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. നടപ്പിലാക്കാനുള്ള ആദ്യ ശ്രമം എന്ന നിലയിലുള്ള ചില നീക്കങ്ങൾ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുല്ലപ്പെരിയാർ ഡാമിലെ അധിക ജലം വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ടി.വി.കെ രംഗത്ത് വരികയാണ്. കമ്പം എം.എൽ.എ. ടി.വി.കെയുടെ ജഗന്നാഥ മിശ്രയാണ് ഈ ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലേക്ക് ഒഴുകുന്ന വെള്ളം തമിഴ്നാടിന് നൽകണം എന്നാണ് ആവശ്യം. നിലവിൽ മുല്ലപ്പെരിയാറിലെ അധിക ജലം ഇടുക്കി ഡാമിലെത്തി അവിടെ നിന്ന് അറബിക്കടലിൽ പതിക്കുകയാണ് എന്നാണ് കമ്പം എം.എൽ.എ. ചൂണ്ടിക്കാണിക്കുന്നത്. മുല്ലപ്പെരിയാറിന്റെ നിലവിലെ സംഭരണശേഷി വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നും ജഗന്നാഥ മിശ്ര വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലല്ല, ബാധിക്കാത്ത തരത്തിലാകണം കാര്യങ്ങൾ നീക്കേണ്ടതുണ്ടെന്നും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതൊന്നും ചെയ്യരുത് എന്നും കമ്പം എം.എൽ.എ. ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം രാഷ്ട്രീയ വിഷയമായി ഉപയോഗിക്കരുത് എന്നും കേരളത്തിലെ ജനങ്ങൾ സഹോദരന്മാരാണെന്നും ജഗന്നാഥ മിശ്ര കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പഴയതുപോലെയല്ല കാര്യങ്ങളെന്നും കേരളത്തിലെ കോൺഗ്രസ് സർക്കാരും തമിഴ്നാട്ടിലെ വിജയ് സർക്കാരും തമ്മിൽ നല്ല ബന്ധമാണ് എന്നും രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ നിശ്ചയമായും നടക്കുമെന്നുമാണ് കമ്പം എം.എൽ.എ. വ്യക്തമാക്കുന്നത്. തേനി ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും മുല്ലപ്പെരിയാർ വിഷയം ടി.വി.കെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയിരുന്നു. തേനി ജില്ലയിലെ കർഷകർ ഏറ്റവും കൂടുതലും ആശ്രയിക്കുന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സ്ഥാനമേറ്റതോടുകൂടി മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലെ നിലപാട് നിർണായകമാകും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തും. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം എന്നു തുറക്കും എന്നിവയായിരുന്നു ടി.വി.കെയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇത് തേനി ജില്ലയിലെ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കി. 4 മണ്ഡലങ്ങളിൽ 2ഇടത്ത് ടി.വി.കെ വിജയിച്ചു. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാകുമെന്ന് തന്നെയായിരുന്നു ടി.എം.കെയുടെയും എ.ഐ.ഡി.എം.കെയുടെയും പ്രഖ്യാപനം. എന്നാൽ കർഷകരുടെ വിശ്വാസം നേടിയെടുക്കാനായത് ടി.വി.കെയാണ്. മുൻ സർക്കാരുകളെ പോലെയല്ല രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് ഇല്ലെന്നും തമിഴ്നാടിന്റെ നിയമപരമായ അവകാശം നേടിയെടുക്കുമെന്നുമായിരുന്നു ടി.വി.കെ നേതാക്കൾ നൽകിയ ഉറപ്പ്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടെന്നും ടി.വി.കെ വോട്ടർമാരെ വിശ്വസിപ്പിച്ചിരുന്നു. മംഗളാദേവി ക്ഷേത്രം, മുല്ലപ്പെരിയാർ വിഷയത്തിൽ അതിർത്തിയിൽ റോഡ് ഉപരോധം ഉൾപ്പെടെ പതിവായി സംഘടിപ്പിക്കുന്ന കമ്പം മേഖലയിലെ കർഷക സംഘടനകളുടെ പിന്തുണ തെരഞ്ഞെടുപ്പിന് മുൻപ് ടി.വി.കെയ്ക്കും ലഭിച്ചിരുന്നു. വിജയിച്ചാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരം കാണുന്നതിനും പ്രഥമ പരിഗണന നൽകുമെന്നും സംഘടനകൾക്ക് ടി.വി.കെ സ്ഥാനാർത്ഥികൾ നൽകിയ ഉറപ്പ്. വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന മംഗളാദേവി കണ്ണകി ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കുമെന്ന വാക്കും ചർച്ചയായി. ക്ഷേത്രം നവീകരിക്കും, അവിടേക്കുള്ള റോഡ് നിർമ്മിക്കും, ക്ഷേത്രം തുറക്കുന്ന ചിത്ര പൗർണമി ഉത്സവത്തിന് കൂടുതൽ പേരെ കടത്തിവിടും എന്നൊക്കെയായിരുന്നു മറ്റു പാർട്ടികളുടെ വാഗ്ദാനം. തമിഴ് ജനത തങ്ങളുടെ സാംസ്കാരിക അവകാശമായി കാണുന്ന ക്ഷേത്രം തുറക്കുമെന്ന പ്രഖ്യാപനം വൈകാരികമായാണ് വോട്ടർമാർ സ്വീകരിച്ചത്. നിലവിൽ ഇവിടെ തേനി, ഇടുക്കി ജില്ലാ ഭരണകൂടം സംയുക്തമായാണ് ഉത്സവം നടത്തുന്നത്.